Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീനിയർ ഇക്വേഷൻ വിത്ത് 3 അൺനോൺസ് ആണ്. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ദി സെക്കൻഡ് ഡിഗ്രി. പോളിനോമിയൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്പേഴ്സും വാരിയബിൾസിനുള്ളതിനെയാണ് നമ്മൾ പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയാം. അതിൽ സെക്കൻഡ് ഡിഗ്രി എന്നും ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സ്ക്വയേഴ്സ്, ഇതിൽ ഈ ഇക്വേഷനിലെ ഏതെങ്കിലും ഒരു വാരിയബിൾ നമ്മൾക്ക് സ്ക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് ദി സെക്കൻഡ് ഡിഗ്രി. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാരിയബിൾ ആണ്. ആ വാരിയബിൾ നമുക്ക് അൺനോൺ ആണ്, നമുക്ക് അത് അറിയില്ല. ഇനി എ ബി സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. a² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മുടെ ജനറൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അതിൽ എ ആൻഡ് ബി സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് എ ഈസ് നോട്ട് ഈക്വൽ ടു 0. എ ഒരിക്കലും 0 ആവാനായിട്ട് പാടില്ല. എങ്ങാനും ഇഫ് എ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറും. ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0ൽ ax² 0 ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? ലീനിയർ ഇക്വേഷൻ ആയിട്ട് വരും. bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നായിട്ട് വരും. ഇതിൽ നമുക്ക് എ ബി സി എന്ന് പറയുന്ന കോൺസ്റ്റൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ പറയുന്ന പേരുകളാണ്. എനെ പറയുന്നതാണ് ക്വാഡ്രാറ്റിക് കോഫിഷ്യൻ്റ് എന്നും, ബിനെ ലീനിയർ കോഫിഷ്യൻ്റ് എന്നും, ആൻഡ് സിനെ നമ്മൾ പറയുന്നതാണ് കോൺസ്റ്റന്റ് ടേം അല്ലെങ്കിൽ ഫ്രീ ടേം എന്നാണ് പറയുക. ഒരു എക്സാമ്പിൾ നോക്കാം. 2x² പ്ലസ് 5x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്കൊരു എക്സാമ്പിൾ. ഇതിൽ എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നത് 5ഉം സി എന്ന് പറയുന്നത് 3യുമാണ്. ഇതിൽ 3 പാർട്സ് ഉണ്ട്. അതിൽ ഒരു പാർട്സ് ആണ് ക്വാഡ്രാറ്റിക് കോഎഫിഷ്യന്റ്. 2x²ലെ 2നെ നമ്മൾ പറയുന്നതാണ് ക്വാഡ്രാറ്റിക് കോഎഫിഷ്യന്റ് എന്ന്. 5xൽ ബി ആണ് 5 എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ലീനിയർ കോഎഫിഷ്യന്റ് എന്നും പറയും. ആൻഡ് മൂന്നാമതായിട്ടുള്ളത് സി ആണ്. 3 എന്നാണ് നമുക്ക് സി, ഈ എക്സാമ്പിൾ 3 ആണ് സി ആയിട്ട് വരുന്നത്. ഇതിനെ കോൺസ്റ്റന്റ് ടേം അല്ലെങ്കിൽ ഫ്രീ ടേം എന്നാണ് നമുക്കിതിനെ പറയാം. ഇതാണ് 3 ടേംസ് ഉള്ളത്: ക്വാഡ്രാറ്റിക് കോഫിഷ്യന്റ്, ലീനിയർ കോഫിഷ്യന്റ്, കോൺസ്റ്റന്റ് ടേം, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഫ്രീ ടേം എന്ന്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് റൂട്ട്സ്. സൊല്യൂഷൻ ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് കോൾഡ് റൂട്ട്സ് എന്നാണ് പറയുക. ഈ റൂട്ട്സ് മാക്സിമം 2 റൂട്ട്സ് ഉണ്ടായിരിക്കും. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷന് നമുക്ക് 2 വാല്യൂസ് ആണ് ഉണ്ടായിരിക്കുക. മാക്സിമം നമുക്ക് 2 വാല്യൂസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നും പറയും, ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നും പറയും. എന്താണ് നമുക്ക് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് നോക്കാം. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ax² പ്ലസ് bx പ്ലസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. ഈ ഇക്വേഷനിലെ b 0 ആകുമ്പോൾ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? ax² പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ പറയുന്നതാണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന്. ഒരു ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ax² പ്ലസ് bx പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിൽ ബി എന്ന് പറയുന്നത് 0 ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തിട്ട് bx പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് ax² പ്ലസ് c ഈസ് ഈക്വൽ ടു 0 എന്ന രൂപത്തിലേക്ക് മാറാം. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. 5x² മൈനസ് 125 ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അതൊരു പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. കാരണം ax² പ്ലസ് ax² മൈനസ് c ഈസ് ഈക്വൽ ടു 0 രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാം. എക്സിനെ കണ്ടുപിടിക്കുമ്പോൾ 5x² ഈസ് ഈക്വൽ ടു 125. അപ്പോൾ x² എങ്ങനെ കണ്ടുപിടിക്കും? x² ഈസ് ഈക്വൽ ടു 125 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പോൾ x² ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. x² ആണ് 25. അപ്പോൾ x എന്നെ കണ്ടുപിടിക്കും? നമുക്ക് റൂട്ട് ചെയ്യാം. റൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് 25, 25ൻ്റെ റൂട്ട് എന്താണ്? 5 ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആവാം 5 അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2 റൂട്ടുകളുണ്ട്, +5 ഓർ -5. ഇങ്ങനെയാണ് ഒരു പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക.
ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് പറഞ്ഞത് പ്യുവർ ആണ്, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ജനറൽ ആയിട്ടുള്ള ഈ ടേം എന്താണ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഫോം എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ, ax² + bx + c = 0 എന്നാണ്. ഇതിൻ്റെ ഇക്വേഷൻസ് ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഈ ജനറൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് 3 മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് മെത്തേഡാണ് ബൈ ഫാക്ടറൈസേഷൻ, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ, മൂന്നാമത്തെയാണ് ബൈ ക്വാഡ്രാറ്റിക് ഫോർമുല. ഈ 3 മെത്തേഡ്സിലും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. ഫാക്ടറൈസേഷൻ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ നമുക്ക് അധികം ചെയ്യാനൊന്നുമില്ല. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x² - 6x + 8 = 0. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോം. ax² + bx + c = 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് ഇത് വന്നിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എയും ബിയും സിയും എത്രയാണെന്ന് എഴുതി വെക്കാം. a = x² അവിടെ കോഫിഷ്യൻ്റ് ആയിട്ട് 1 ആണുള്ളത്, അപ്പോൾ a = 1 എന്ന് എഴുതി. b = -6 ആണ്, c = 8 ആണ്. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് 2 നമ്പേഴ്സ് കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 8 കിട്ടണം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയും സിയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടണേനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുക. അതായത് എയും ഇൻറ്റു സി ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ആണ് നമ്മുടെ സമ്മ് -6. അപ്പോൾ 2 പ്രൊഡക്റ്റുകൾ 2 നമ്പേഴ്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം, 8 കിട്ടണം. അതേസമയം ആ നമ്പേഴ്സ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ -6 കിട്ടണം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, 8 ആണ് നമുക്ക് 2 സംഖ്യകൾ കൂടി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം, 8 കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ 8ൻ്റെ നോക്കുമ്പോൾ 4 × 2 ചെയ്ത് കഴിഞ്ഞാൽ 8 കിട്ടിയില്ലേ. അപ്പോൾ 4 × 2 = 8 ആണ്. ഇനി ഈ 2 നമ്പർ കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, -6 കിട്ടണം. ഈ നമ്പർ 2 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 4 + 2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 6 ആണ് കിട്ടുക, -6 അല്ല. അപ്പം നമുക്ക് രണ്ടിനും പോസിറ്റീവ് വെച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടിനും നമുക്ക് നെഗറ്റീവ് ഇട്ട് നോക്കാം. -4 × -2 = 8 കിട്ടുന്നുണ്ട്. ഇനി -6 കിട്ടണം. കിട്ടാനായിട്ട് എന്ത് ചെയ്യാം, -4 + -2. അപ്പോൾ -4 പ്ലസും മൈനസും വരുമ്പോൾ -2 = -6. അങ്ങനെയായിട്ട് നമുക്ക് കിട്ടാം. അതായത് രണ്ട് നമ്പേഴ്സ് എടുക്കുക, ഏത് 2 നമ്പേഴ്സ് എടുത്താലും ആ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടും വേണം. ഈ 2 നമ്പർ കൂടി ആഡ് ചെയ്യുമ്പോൾ -6 കിട്ടും വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്പേഴ്സ് നോക്കാം. നമ്പേഴ്സ് നോക്കിയിട്ട് മൈനസ് ഇടേണ്ടടുത്ത് മൈനസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി, -4ഉം -2ഉം എടുത്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമ്മൾ 2 ഗുണിക്കുമ്പോൾ 8ഉം അതുപോലെ ആഡ് ചെയ്യുമ്പോൾ -6ഉം കിട്ടുള്ളൂ. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും, ഇക്വേഷൻ ബിക്കം എന്ത് ചെയ്യും, x - 4 ബ്രാക്കറ്റ് x - 2 = 0 എന്നായിരിക്കും കിട്ടുക. അതിൽ നിന്ന് നമുക്ക് x എങ്ങനെ കണ്ടുപിടിക്കാം, x - 4 = 0, x = -4 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, +4 ആയിരിക്കും. അല്ലെങ്കിൽ എന്ന് കിട്ടും x - 2 = 0, x = 2 എന്ന് കിട്ടും. അപ്പോൾ റൂട്ട് ഇതിൻ്റെ ഈ ക്വസ്റ്റ്യനിലെ 2 റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2ഉം 4ഉം ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് കണ്ടുപിടിക്കുക. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടും വേണം, അതേസമയം ആ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ b കിട്ടും വേണം. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം, അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x² - 7x + 6 = 0 എന്നാണ്. അപ്പം ഇതിന് നമുക്ക് a എഴുതി വയ്ക്കാം, a = 1 എന്ന് എഴുതാം, b = -7, c = 6. 3 നമ്മൾ എഴുതി വെച്ചു. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാണ് ax² + bx + c = 0 എന്ന ഫോമിലാണ്. അപ്പോൾ ഇത് നമ്മൾ എഴുതി വെച്ചു, a = 1, b = -7, c = 6 നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 ടേംസിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a × c ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം, 6 കിട്ടണം. അതുപോലെ തന്നെ ഈ 2 സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം,
ബി കിട്ടണം. ബി എന്ന് പറയുന്നത് -7 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുകയും ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? -7 കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ സംഖ്യകൾ എടുത്താലാണ് നമുക്ക് ഇത് രണ്ടും ചെയ്യാനായിട്ട് പറ്റാന്ന്. 6 നമ്മൾ എടുത്തേക്കുന്നത്. 6ന് 3 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലല്ലോ, മൾട്ടിപ്ലിക്കേഷൻ കിട്ടും, പക്ഷെ നമുക്ക് എന്ത് കിട്ടില്ല? -7 കിട്ടില്ല. അപ്പം നമുക്ക് പിന്നെ നോക്കേണ്ടത് 6ഉം 1ഉം ഉണ്ട്. 6 × 1 ചെയ്താൽ 6 കിട്ടും, 6 + 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 7 കിട്ടുക. പക്ഷെ നമുക്കിവിടെ 7 അല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? -7 ആണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതുപോലെ ചെയ്യാം. നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ നമുക്ക് രണ്ടിനും മൈനസ് ഇട്ട് ചെയ്ത് നോക്കാം. -6 എന്നും -1 എന്നും ചെയ്ത് നോക്കാം. അപ്പോൾ ശരിയാവുമെന്ന് നോക്കാം. അപ്പോൾ -6 × -1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. അപ്പോൾ ഒരെണ്ണം ശരിയായി, മൾട്ടിപ്ലിക്കേഷൻ ശരിയായി. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ -7 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എങ്ങനെ നോക്കാം? -6 -1 രണ്ടും കൂടി ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ -6 + -1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം -6 -1 ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ഇടാം. 6 + 1 7 -7 ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ നമ്പേഴ്സ് കിട്ടി. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്പേഴ്സ് കിട്ടി. -1 എന്നും -6 എന്നും നമുക്ക് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ മാറ്റാം. ഇക്വേഷൻ എങ്ങനെ വരും? x - 6 and x - 1 = 0 എന്നാണ്. ഇവിടെ എന്താ -6 ചെയ്തത്? നമ്മൾ നമ്പേഴ്സ് എടുത്തുന്നത് -1ഉം -6ഉം ആണ്. അപ്പോൾ x - 6 x - 1 = 0 എന്നാണ്. അപ്പോൾ x - 6 = 0, ദാറ്റ് ഈസ് x = 6 എന്ന് വരും. x - 1 = 0, ദാറ്റ് ഈസ് x = 1 എന്നും വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിക്കുന്നത്. ഇക്വേഷൻ എങ്ങനെ വന്ന്? -6 എങ്ങനെയാണ് വന്നത്? നമ്മൾ നമ്പേഴ്സ് എടുത്തേക്കുന്നത് -6ഉം -1ഉമാണ്. അതാണ് നമ്മൾ ഇക്വേഷനിലോട്ട് എഴുതിക്കുന്നത്. ഇനി ഇക്വേഷനിൽ പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ എന്താവും? -6 എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ x = 6 എന്ന് വരും, അല്ലെങ്കിൽ x = 1 എന്ന് വരും. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ രണ്ട് റൂട്ട്സ്. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടായിരിക്കും വരിക ഈ ക്വസ്റ്റ്യനിൽ, 6ഉം 1ഉം. നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. മൂന്നാമത്തെ പ്രോബ്ലം x² + 5x + 6 = 0. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ എന്താ? a = 1 എന്ന് എഴുതാം, b = 5 എന്ന് എഴുതാം, c = 6 എന്ന് എഴുതാം. ഇനി നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് a × c ആണ്. ഇവിടെ a എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 1 × 6 6 ആണ്. അപ്പോൾ നമുക്ക് 6 കിട്ടണം. രണ്ട് സംഖ്യകൾ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 6 കിട്ടണം. അതേപോലെ തന്നെ ഈ രണ്ട് സംഖ്യകൾ കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? b കിട്ടണം. ഇവിടെ b ഏതാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് സംഖ്യകൾ എടുക്കാം. ഇവിടെ നെഗറ്റീവ് ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് സുഖമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. 6ന് എന്ത് ചെയ്യാം? 3 × 2 6 അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം. 3 × 2 ചെയ്യുമ്പോൾ നമ്പേഴ്സ് 3ഉം 2 ആയിട്ട് എടുക്കാം. അപ്പോൾ 3 × 2 6, 3 + 2 5. അപ്പോൾ നമ്മുടെ കണ്ടീഷനെല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് കിട്ടുന്നത് 3ഉം 2ഉമാണ്. 3ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 6 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 3 + 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 5 കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നമ്പേഴ്സ് എടുത്ത് നമുക്ക് കറക്റ്റാണ്. ഇനി അത് ഇക്വേഷനിലോട്ട് മാറ്റാം. ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യും? x + 3 എന്നാണ് എഴുതുക. ഇവിടെ എന്താ +3 എന്ന് എഴുതിയത്? നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. x + 3 x + 2 = 0 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് x + 3 = 0, ദാറ്റ് ഈസ് x = +3 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? -3 ആയിട്ട് മാറും. അപ്പോൾ x = -3, അല്ലെങ്കിൽ ഓർ x + 2 = 0. അപ്പോൾ x എന്തായിട്ട് വരും? x 2 അങ്ങോട്ട് പോകുമ്പോൾ -2 ആയിട്ട് മാറും. അപ്പോൾ x = -2. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ വലിയ പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്തില്ല? മൈനസുകളില്ല, പോസിറ്റീവാണ്. ഇത്രയുമാണ് നമ്മുടെ ഫാക്ടറൈസേഷൻ മെത്തേഡിലെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജ്യോതിസ് കോളേജ് ഇരിഞ്ഞാലക്കുട. ബികോം ഫിനാൻസ്, ബികോം കോർപ്പറേഷൻ, BBA, MCOM ഫിനാൻസ് എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജ്യോതിസ് കോളേജ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. പഠനം എളുപ്പമാക്കൂ. പഠനത്തോടൊപ്പം സമ്പാദിക്കാൻ അവസരം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. ജ്യോതിസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, കാത്തലിക് സെന്റർ, മെയിൻ റോഡ്, ഇരിഞ്ഞാലക്കുട.